ഒന്നും മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ കാര്യം. നമ്മൾ ഈ ദൃശ്യങ്ങളില്ല, ഇത് 2023 ഡിസംബർ 15 ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ആ ദൃശ്യങ്ങൾ പകർത്തിയത് ജയ്ഹിന്ദിന്റെ ക്യാമറാമാനായ ജോജിമോൻ ജോസഫാണ്. പുതിയ അന്വേഷണ സംഘം അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു ഈ ദിവസം. അപ്പം അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ ജോജിമോൻ. ഇതിനു മുൻപ് പണ്ട് അന്വേഷണ സംഘം താങ്കളുടെ അടുത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നോ? നേരത്തെ ഒരു വർഷം മുമ്പ് ഈ സംഭവം നടക്കുന്നതിന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ദൃശ്യങ്ങൾ എന്നോട് ചോദിക്കുന്നതും ഞാൻ ഈ മൊബൈൽ കൊണ്ട് കൊടുക്കുന്നതും ആ മൊബൈലിലെ ദൃശ്യങ്ങൾ അവർ പരിശോധിക്കുന്നതും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് പിന്നെ ആ കേസ് പിന്നെയും ഇതിലേക്ക് വരികയും പിന്നെ ഇപ്പോൾ നമ്മളെ വിളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. അല്ല, താങ്കളുടെ അടുത്ത് ഈ ദൃശ്യങ്ങൾ, ഈ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണോ ഈ തെളിവില്ല, ദൃശ്യങ്ങൾ കിട്ടിയില്ല മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്നൊരു റിപ്പോർട്ട് കൊടുത്തത്? അതെ 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 എൻ്റെ ഇത് മൊഴി ശേഖരിക്കുകയും എൻ്റെ മൊബൈലിലെ ദൃശ്യങ്ങൾ അവർ കൺഫേം ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഈ തെളിവില്ലെന്നുള്ള റിപ്പോർട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് കൊടുത്തത്? യെസ് യെസ്. ഇത് ഏകദേശം ഈ സംഭവം നടന്ന് എത്ര കാലയളവിനുള്ളിലാണ് താങ്കളെടുത്ത് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചത്? ഒരു വർഷം. അതിൻ്റെ പിറ്റേ വർഷമാണ് 2024 ഒക്ടോബർ നവംബറോടുകൂടിയാണ് എൻ്റെ ഈ ദൃശ്യം പോലീസ് ചോദിക്കുന്നതും ഞാൻ ഈ മൊബൈൽ കൊണ്ട് കൊടുക്കുന്നതും. അന്ന് കൃത്യമായി എൻ്റെ എല്ലാ കാര്യം ചോദിച്ചറിഞ്ഞ് ഞാൻ എല്ലാ കാര്യം പറഞ്ഞതാണ്. ഇതല്ലാതെ മറ്റുള്ള അവിടെ കണ്ടു നിന്ന കുറേ ആൾക്കാരും അവരുടെ മൊബൈലിൽ ഈ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവരന്ന് ശേഖരിച്ചിരുന്നില്ല. കാരണം അന്വേഷണം അത് കൃത്യമായി നടക്കുന്നില്ലതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ഇന്നലെ മൊഴിയെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അന്വേഷണ സംഘം അത് ശേഖരിക്കുകയുണ്ടായി. പിന്നെ മൊഴിയെടുത്ത സമയത്ത് ആ ദൃശ്യങ്ങൾ ഓരോന്നോരോരുത്തർ കാണിച്ചാണ് നമ്മളെ ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചത്. ഇത് ഇന്നാരാണ് നമ്മളെ കൺഫേം ചെയ്തത്. ഇപ്പം ഈ റെഫറൽ റിപ്പോർട്ടിൽ ഒരു വാചകം ഞാൻ വായിക്കാം. ഇപ്പം നവകേരള സദസ് യാത്ര ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തി വരവെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ബസ് വൈകുന്നേരം 4 മണി കഴിഞ്ഞ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിയ സമയം 2 യുവാക്കൾ വളരെ അപ്രതീക്ഷിതമായി ഓടി വന്ന് ബസ്സിന് മുന്നിലേക്ക് ചാടിയതിനെ തുടർന്ന് അങ്ങനെ തുടരുന്നു. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ജീവന് അപകടമുണ്ടാകും, അതുകൊണ്ടാണ് ഈ ലോക്കൽ പോലീസുകാർക്ക് വഴങ്ങുന്നില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബസ്സിന് പുറത്തടിച്ചും ബഹളം വെക്കുന്നത് തുടർന്നതിനാൽ തൊട്ടു പിന്നിൽ യാത്ര ചെയ്തെത്തിയ താനും എസ്കോർട്ട് വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും കൂടി വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഓടി വന്ന് അക്രമികളായ 2 പേരെയും കീഴടക്കാൻ ലോക്കൽ പോലീസുകാരെ സഹായിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ അന്ന് നടന്നത്? അന്ന് എന്താണ് അവിടെ ശരിക്കും നടന്നത്? ഈ അവിടെ ഉണ്ടായിരുന്ന ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ 2 പേരും, തോമസും അലക്സും? നമ്മളെടുത്ത വിഷ്വല് കള്ളം പറയില്ലല്ലോ, അതാണല്ലോ സത്യം. കാരണം കൃത്യമായി ആ വണ്ടി നവകേരള ബസ് പോയി കഴിഞ്ഞിട്ട് ഏറ്റവും പുറകിലായിട്ടാണ് അവർ പ്രതിഷേധിച്ച് അവിടെ വന്നത്. അന്ന് കരിങ്കടി പോലും അവർ ഉയർത്തിയിരുന്നില്ല. കാരണം യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. അവരുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് കടന്നുപോയി. അതിൻ്റെ പുറകെ വന്ന കിയ കാർണിവൽ കാറും പിന്നെ ടൊയോട്ട 2 വണ്ടിയിലാണ് ഗൺമാന്മാർ വന്നത്. ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗൺമാൻ അടിക്കുന്നുണ്ട്. അതിൽ പോലീസുകാരൻ്റെ കയ്യെ കൊണ്ട് ആ പോലീസുകാരൻ്റെ കൈയുടെ വിരൽ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ അടിയുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നത്തെ മർദ്ദനമെന്ന് പറഞ്ഞാൽ അത് അതിക്രൂരമായി അടിക്കുകയാണ്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വണ്ടി അങ്ങ് കടന്നുപോയി, കുറേ അകലെ ആയി കഴിഞ്ഞു. അപ്പോൾ അത് ശരിക്കും സുരക്ഷ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പം ആംബുലൻസ് കാര്യങ്ങളെല്ലാം അവിടെ ബ്രേക്കായി. അങ്ങനെയാണ് അതിക്രൂരമായി അത് മർദ്ദിക്കുന്നതിൻ്റെ തലയടക്കമാണ് അടിച്ച് പൊട്ടിച്ചത്. താഴെ വീണ് കിടന്നിട്ട് താഴെയിട്ടും അടിക്കുന്നുണ്ട്. അത് ഗൺമാന്മാരടിച്ചപ്പോഴാണ് അതൊരു വാർത്താ പ്രാധാന്യം ഉണ്ടെന്നും അത് നമ്മൾ എത്രയും വേഗം വാർത്തയാക്കുകയും ചെയ്തത്. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട്, അക്രമികളുടെ പ്രവർത്തികളിൽ നിന്നും അവരുടെ ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ ജീവന് അപകടമുണ്ടാക്കുക എന്നതാണ് വ്യക്തമാണെന്നും നവകേരള യാത്രാവേളയിൽ ലോക്കൽ പോലീസിന്റെ സുരക്ഷാ സാന്നിധ്യം ഇല്ലാതെ പല സ്ഥലങ്ങളിലും വെച്ച് പലതവണ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ജീവന് അപകടം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രതിഷേധം ആ ദിവസം അവിടെ? കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ബസ്സിൻ്റെ അടുത്തൊരു വന്നെന്നുള്ളത് ശരിയാണ്. കാരണം കുറേ അകലെയാണ് അവർ വന്നിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടല്ലോ.
കാരണം അവർ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ഉണ്ടാവാമെന്ന് മാത്രമേ വിളിച്ചുള്ളൂ. അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞുകൊണ്ട് ലോക്കൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പരിധിയിലാക്കി. ആ പരിധിയിലാക്കി നിർത്തിയെടുത്താണ് ഈ പറയുന്ന ഗൺമാന്മാരൊന്ന് ആക്രമിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു സുരക്ഷ ഇവരൊരു ഇതും ചെയ്തിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോവുകയും ചെയ്യുക. അത്രയും വലിയ ബസ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ. ഇവരുടെ നിരായുധരായ ചെറുപ്പക്കാരാണ്. ഇവരുടെ ആയുധങ്ങളൊന്നുമില്ല. അത് വിഷയില്ലാത്തെല്ലാം കൃത്യമാണ്.